ശ്രീ എ കെ അനുരാജ, ഈ അടുത്ത നിയമസഭ ചേരുമ്പോൾ, സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞ് നിയമസഭ ചേരുമ്പോൾ BJP-യിൽ നിന്ന് 3 MLA-മാർ സഭയിലുണ്ടാകുമെന്നുള്ളതാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സാഹചര്യം BJP-ക്ക് മുന്നിൽ, NDA രാഷ്ട്രീയത്തിന് മുന്നിൽ ഒരുങ്ങുന്നത് എന്നത് പ്രധാനമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം അധികാരത്തിലേറാത്ത സർക്കാരിന് നേരെ പ്രതിഷേധം നടത്തുന്ന രീതി തന്നെ ആയിരിക്കുമോ സഭയിലും പുറത്തും അവലംബിക്കുക? ഞാൻ ആദ്യം നാളെ അധികാരമേൽക്കുന്ന UDF മന്ത്രിസഭയ്ക്ക് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇന്ന് എന്താ പറയുക, നമ്മൾ പതിവ് രീതിയിലുള്ള വലിയ ഒരു വാഗ്വാദങ്ങൾക്കോ തർക്കങ്ങൾക്കോ ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ പ്രസക്തിയില്ല എന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഒരു തുടക്കത്തെ ഒരു എന്താ പറയുക ശുഭകരമായ ഒരു കാര്യമായിട്ട് കാണണം. അതുകൊണ്ട് കേരളത്തിന് വളരെ ശോഭനമായ 5 വർഷം ഉണ്ടാകട്ടെ, വലിയ പ്രതീക്ഷകളോടെയാണ് ആ സർക്കാർ, എല്ലാ സർക്കാരുകളും അങ്ങനെയാണ്, പക്ഷേ ഏതായാലും ഈ സർക്കാരിനും അതുപോലെ തന്നെ വലിയ പ്രതീക്ഷകളൊക്കെ ആയിരിക്കും, അവർ അങ്ങനെയായിരിക്കും മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് അവർക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്, അവർക്ക് വിജയം നേരുകയാണ്. ഇനിയുള്ളത് BJP-യുടെ സാന്നിധ്യം എന്നുള്ളതാണ്. BJP-യുടെ ഈ പറഞ്ഞ രീതിയിലുള്ള 3 MLA-മാർ വരുന്നു. അതിൽ 2 പേർ ഭരണരംഗത്ത് വലിയ തോതിൽ പരിചയമുള്ള ആൾക്കാരാണ്, മുൻ കേന്ദ്രമന്ത്രിമാരാണ്, ദേശീയ രാഷ്ട്രീയവും അതുപോലെ തന്നെ സംസ്ഥാന രാഷ്ട്രീയവും എന്നുള്ളതുപോലെ പരിചയമുള്ളവരാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർക്ക് വഹിക്കാനുള്ള പങ്ക് എന്ത് എന്ന് വെച്ചാൽ, നമുക്കറിയാം നിയമസഭ എന്ന് പറയുന്നത് നിയമനിർമ്മാണ സഭയാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിലെ MLA-മാരുടെ അല്ലെങ്കിൽ MP-മാരുടെ ഒരു സ്ഥിതി, മണ്ഡലം നോക്കുന്നവരാണ് MLA അല്ലെങ്കിൽ MP എന്ന് ചിന്തിച്ചു പോകുന്നൊരു സാഹചര്യമുണ്ട്. സത്യത്തിൽ അതല്ല, അത് രണ്ടാമത്തെ കാര്യമാണ്. ഏതോ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാഷ്ട്രീയത്തിൽ കയറിക്കൂടിയ ശരിയായ ഒരു പുഴുക്കുത്താണ്. ജനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്നത് മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത്, ജനങ്ങളുമായി ബന്ധം സ്ഥാപിക്കലാണ് പ്രാഥമികമായി ജനപ്രതിനിധികളുടെ ചുമതല എന്ന് ധരിക്കുന്ന ഒരു കാലമാണ് നമുക്കിപ്പോൾ ഉള്ളത്. അത് ശരിയല്ല. MLA-മാർ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിയമസഭയിലാണ്. അപ്പോൾ നിയമസഭയിൽ എത്രത്തോളം സജീവമായി അവർ ചർച്ചകളിൽ ഇടപെടുന്നു, എത്രത്തോളം ഈ ഭരണകക്ഷിയെ എതിർക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി നിൽക്കാൻ എത്രത്തോളം സാധിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ആ സാഹചര്യത്തിൽ നോക്കുമ്പോൾ കേരളത്തിലെ നിയമസഭയുടെ ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് മുൻപൊക്കെ ഇലക്ഷൻ സംബന്ധിച്ചുള്ള ചർച്ചകളിലൊക്കെ പറഞ്ഞതാണ്, ത്രികോണ മത്സരം എന്ന് പറഞ്ഞതുപോലെ ഒരു ത്രികോണ മത്സരം നിയമസഭയ്ക്കകത്തും രൂപപ്പെടുകയാണ്. അത് ഞാനൊരു ശത്രുതയുടെ തരത്തിലുള്ള മത്സരം എന്നല്ല പറയുന്നത്, സൃഷ്ടിപരമാകട്ടെ ഗുണപരമാവട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പുതിയ ശബ്ദം കൂടി നിയമസഭയിൽ ഇത്തരം കാര്യങ്ങളിൽ വരും. നിയമനിർമ്മാണം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പലപ്പോഴും ഈ ഇലക്ഷൻ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ പാർട്ടി പൊളിറ്റിക്സിലോ ഒക്കെ മതം ചർച്ച ചെയ്യപ്പെടാറുണ്ട്. സ്വാഭാവികമായിട്ടും മതങ്ങളുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങളൊക്കെ ആവശ്യമായി വരും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ പൊതുവെ ഹൈന്ദവ സമൂഹത്തിന് വേണ്ടത്ര പ്രാതിനിധ്യം ഉണ്ടാകുന്നില്ല എന്നൊരു പരാതി ഒരു വിഭാഗം ഹിന്ദുക്കളിലെങ്കിലും സജീവമായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു പരിധിവരെ അറുതി വരുത്താൻ ഇത് സഹായിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. എന്ന് മാത്രമല്ല, ഞാൻ പറയുന്നത് മറ്റെല്ലാ വിഭാഗങ്ങളും ഇതിനെതിരെ പ്രവർത്തിക്കുന്നു എന്നല്ല, സ്വാഭാവികമായിട്ടും ചില ചൂണ്ടിക്കാണിക്കലുകൾ ആവശ്യമായി വരും. ഇന്ന കാര്യം ഇന്ന രീതിയിൽ ചെയ്താൽ നല്ലതായിരുന്നു. നമ്മൾ ചിന്തിക്കുന്നത് പോലെ രാഷ്ട്രീയക്കാർ എപ്പോഴും പരസ്പരം മത്സരിക്കുന്നവരാണ് നമ്മൾ കാണേണ്ട കാര്യമില്ല. അവർ തമ്മിലുള്ള സഹകരണമൊക്കെ ഉണ്ടാകുന്നുണ്ട് ഏത് ബോഡിയിലായാലും. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലൊരു 3 MLA-മാർ വരുന്നു എന്നത് കേരള നിയമസഭയെ സംബന്ധിച്ചിടത്തോളം ഗുണപരമായി ഭവിക്കട്ടെ എന്നാണ് ഞാൻ അതിൽ പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് ഇവിടെ കഴിഞ്ഞ മന്ത്രിസഭയ്ക്ക് ഉണ്ടായിരുന്ന ഭൂരിപക്ഷ സമുദായത്തിന് സാധാരണഗതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. BJP-യുടെ 3 MLA-മാർ വരുമ്പോൾ അത് പരിഹരിക്കപ്പെടും എന്ന നിലയ്ക്ക് പറയാനുള്ള എന്ത് സാഹചര്യമാണ് കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയ്ക്ക് അകത്തുള്ളത്? അല്ല, അതിപ്പോ നിയമങ്ങൾ പലത് വരാമല്ലോ. ഒരു ഉദാഹരണം എടുത്താൽ, നമ്മളിപ്പോ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പം ആ കേസ് എവിടെ കിടക്കുന്നു? അപ്പൊ ആ കേസ് സംബന്ധിച്ച് നിയമസഭയുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ നേരത്തെ BJP-യുടെ ഒരു MLA ഉണ്ടായിരുന്നില്ല. BJP-യെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഗൗരവമേറിയ പ്രശ്നമാണ്. അപ്പൊ ആ ഒരു ഗൗരവത്തിൽ മറ്റു പാർട്ടികൾ ചിലപ്പോൾ ഉന്നയിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വളരെ സജീവമായും വളരെ ഗൗരവത്തോടെയും ആ വിഷയം ഉന്നയിക്കാൻ സാധിക്കും. ഇനി മറ്റേതെങ്കിലും കക്ഷിയിലെ ഒരു MLA അത് ഉന്നയിച്ചു നോക്കുക, അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതിന് ഗുണപരമായ എന്തെങ്കിലും കാര്യം ചെയ്യാൻ ശ്രമമുണ്ടായി എന്ന് വരും. അതുകൊണ്ട് നമുക്കതിന്, ഞാൻ പറയുന്നത് നമ്മൾ പോസിറ്റീവായിട്ട് കാണാം, നെഗറ്റീവായിട്ടല്ല ഞാൻ പറയുന്നത്. Debate with Madhu Saji.